ഇന്ന് സെപ്റ്റംബർ 16. ഇനി ഒരു 3 മാസം കഴിയട്ടെ, എനിക്ക് 10 വയസ്സാവും കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ആരാണെന്നറിയണ്ടേ? എൻ്റെ പേര് പൊന്നു. ഒരു കൊച്ചു വീട്ടിലാണ് എൻ്റെ താമസം. എൻ്റെ അല്ല, എൻ്റെ അമ്മയും ഞാനും അച്ഛനും കൂടിയാണ് ആ കൊച്ചു വീട്ടിൽ താമസിക്കുന്നത്. എന്താണെന്നറിയില്ല, ഓരോ വർഷം കൂടുന്തോറും എനിക്കെന്തോ ഒരു പേടിയാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്കും വല്ലാത്ത പേടിയാണ്. ആരെയും വിശ്വാസമില്ല. എന്നെ ഒത്തിരി കെയർ ചെയ്തിട്ടാണ് എൻ്റെ അമ്മ വളർത്തുന്നത്. എന്താണെന്നറിയില്ല, എൻ്റെ അച്ഛന് ഭയങ്കര പേടിയാണ്. എൻ്റെ ഓർമ്മയിൽ ഇതുവരെ എൻ്റെ അച്ഛൻ എനിക്കൊരു ഉമ്മ പോലും തന്നിട്ടില്ല. ഉമ്മ തന്നിട്ടില്ല എന്നല്ല, അതിന് എൻ്റെ അമ്മ സമ്മതിച്ചിട്ടില്ല. അമ്മയ്ക്ക് അത്രയും പേടിയാണ് എൻ്റെ അച്ഛനെ. ഞാൻ എന്നും ആലോചിക്കും, എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും എന്ത് സന്തോഷത്തിലാണ് അവരോട് പെരുമാറുന്നത്. എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ. എന്തുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ അച്ഛനെ ഇത്രയും പേടിക്കുന്നത്? ആവോ, എനിക്കറിയില്ല. ഇന്നില്ലേ അവധിക്കാലം എല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോവാണ് കേട്ടോ. എല്ലാ വർഷത്തെയും പോലെയും എൻ്റെ അമ്മ എനിക്ക് പുതിയ കുടയും ബാഗും എല്ലാം വാങ്ങിത്തന്നു. ഒത്തിരി സന്തോഷമുണ്ടെങ്കിലും അതേപോലെ സങ്കടവും ഉണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഒത്തിരി വേദന സഹിക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കുമല്ലേ? ഇത്ര ചെറുപ്പത്തിലെ ഒത്തിരി വേദനിക്കുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി. എന്താണെന്നറിയില്ല, എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും അച്ഛൻ കുടിക്കാറുണ്ടോ? മദ്യപിക്കാറുണ്ടോ? നിങ്ങളുടെ അമ്മയെ അടിക്കാറുണ്ടോ? എന്താ ഇങ്ങനെ? എൻ്റെ അച്ഛൻ ഇങ്ങനെയാ. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ അടിക്കും, വഴക്കു പറയും. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. പാവം എൻ്റെ അമ്മ പഠിച്ച് ജോലി വാങ്ങി അമ്മയുടെ കഷ്ടപ്പാടെല്ലാം മാറ്റി അമ്മയെ ഈ നരകത്തിൽ നിന്നും എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടണം. ഇന്നില്ലേ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. എന്താണെന്നറിയണ്ടേ? എൻ്റെ അമ്മ ഇന്ന് പണി കഴിഞ്ഞ് വരുമ്പം എനിക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. ഞാൻ അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ നാളെ ഞായറാഴ്ചയാണ്. ഞാൻ അമ്മയുടെ കൂടെ വീട്ടുജോലി ചെയ്യുന്ന വീട്ടിലേക്ക് പോവും. അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാട്ടോ, വേറെ ഒന്നിനും അല്ല കേട്ടോ. അമ്മയെ സഹായിക്കുന്ന കൂട്ടത്തിൽ അവിടെ ചേച്ചിമാരുണ്ട്. ചേച്ചിമാർ എനിക്ക് മുട്ടായി തരും. നല്ല മധുരമുള്ള മുട്ടായിയാണ്. അതുമാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 100 രൂപയാണ് കിട്ടുന്നത്. ജോലി കഴിഞ്ഞ് വരുമ്പം എനിക്ക് പുതിയ കുപ്പായം വാങ്ങിത്തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു നല്ല പുതിയ കുപ്പായം വാങ്ങണം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ അമ്മയാണോ കുപ്പായം വാങ്ങിത്തരുന്നത്, അച്ഛനാണോ? ഇന്ന് ഞാൻ ഒത്തിരി സങ്കടത്തിലാട്ടോ. എൻ്റെ അമ്മ പറയാ ഞാൻ വലിയ കുട്ടിയായിന്ന്, ഇനി ആൺകുട്ടികളുടെ കൂടെ കളിച്ചൂടാന്ന്. അതെന്താ അങ്ങനെ? എനിക്ക് ഒത്തിരി സങ്കടമായി. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച്, എല്ലാ പെൺകുട്ടികളും വലുതാവുമല്ലേ, ഞാനും വലുതായി അല്ലേ, ഇനി ആരുടെ കൂടെയും കളിക്കാൻ പറ്റൂല. സാരമില്ല, നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഇനി എവിടെയും കളിക്കാനൊന്നും പോവില്ല ഞാൻ. അമ്മേനെ വേദനിപ്പിക്കൂല്ല. ഇനി അമ്മയുടെ കടമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് അമ്മ പുറത്ത് പോവാണ് പോലും, ഗൾഫിൽ. വലിയ വിമാനത്തിലെല്ലാം കയറിപ്പോണം. ഇനിയിപ്പോൾ ഞാൻ +2 കഴിഞ്ഞ് വേറെ ജോലി വാങ്ങണം, പഠിക്കണം. എന്തൊക്കെയുണ്ടെന്ന് അറിയുമോ? നിങ്ങളും എല്ലാവരും പഠിച്ച് ജോലിയെല്ലാം വാങ്ങണേ. എന്നിട്ട് അമ്മേനെ പൊന്നു പോലെ നോക്കണേ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പൊന്നുമാണ്. ഞാനിപ്പോൾ ഒരു ജോലി വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇവിടെ ഇല്ല. അമ്മ അന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരോടും, വിദേശത്ത് പോയിട്ടോ കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിപ്പം സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മുൻപെല്ലാം ഞാൻ എൻ്റെ അമ്മയോടാണ് എല്ലാ സങ്കടങ്ങളും തുറന്നു പറയാറ്.
പക്ഷേ ഇന്നെനിക്ക് എൻ്റെ സങ്കടങ്ങളെല്ലാം പറയാൻ മറ്റൊരാൾ എനിക്ക് കൂട്ടിനുണ്ട്. എൻ്റെ സ്വന്തം കുട്ടേട്ടൻ. എൻ്റെ കല്യാണമാണ്, അമ്മയോട് പറയണം. എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടേട്ടൻ്റെ കൂടെ പോയി കല്യാണം കഴിക്കും. ഞാൻ നിങ്ങളുടെ പൊന്നുമാണ്. സന്തോഷങ്ങൾക്കൊന്നും ഒത്തിരി ആയുസ് ദൈവം ആർക്കും നൽകില്ല. ഇന്ന് ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അയ്യോ, ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഒരു കുട്ടിയുടെ അമ്മയാണ്. എനിക്കൊരു മോൾ ജനിച്ചു. പക്ഷേ എൻ്റെ മോളുടെ അച്ഛൻ കൂടെയില്ല. വീട്ടുകാരുടെ സമ്മതമില്ലാതെ എൻ്റെ അമ്മയെ വേദനിപ്പിച്ച് സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ കല്യാണം കഴിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കുട്ടിയുടെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ഞാൻ ചതിക്കപ്പെട്ടു. ഇന്ന് ഈ ലോകത്ത് ഒരു മോള് മാത്രമുണ്ട് എനിക്ക് കൂട്ടിന്. എൻ്റെ ജീവിത അനുഭവത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മയാണ് ദൈവം. ഒരിക്കലും അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച് ഒന്നും ചെയ്യരുത്. അത് ഇന്നല്ലെങ്കിൽ പിന്നൊരു ദിവസം നിങ്ങൾക്ക് ദോഷമായി മാറും. ഇന്നൊരു കുട്ടിയുടെ അമ്മയായപ്പോഴാണ് ഒരമ്മയുടെ വില ഞാൻ തിരിച്ചറിയുന്നത്. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുക. മാതാപിതാക്കൾ പറയുന്നത് കേട്ടു ജീവിക്കുക.